നമ്മളങ്ങനെ ഈ ഒരു പയ്യനോടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയടാ. നമ്മള് വീണ്ടും കണ്ടുമുട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോണത് പിലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പിലാക്ക് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അങ്ങോട്ടേക്കാണ് പോണേട്ടാ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ ഒരു ജിതൻബാരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പോണേക്ക് ഈ ഒരു പുള്ളിയില്ലേ നമ്മളെ ഫോളോ ചെയ്യണ്ടാന്നട്ടാ. ഞാൻ അങ്ങനെ സൈക്കിൾ സ്ലോ ആക്കി സംസാരിച്ച് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു കുണ്ടനാന്നട്ടാ. എന്നോട് ഈ പറയണത് ബോഡി മൊത്തം മസാജ് ചെയ്ത് തരാന്നാട്ടാ പറഞ്ഞത്. പുള്ളി ഒരുപാട് പേർക്ക് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ കുറേ നേരം കൂടിയിട്ടാ. ഞാൻ മാക്സിമം നല്ല സ്പീഡിൽ ചവിട്ടി മുന്നോട്ട് പോയി. പിന്നെ കുറേ നേരം പുള്ളി നമ്മുടെ പുറകിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഏതൊക്കെയോ റൂട്ടിൽ കട്ട് ചെയ്ത് പോകണ്ടാന്നട്ടാ. എന്തായാലും ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും ഇത് തന്നെയുള്ള അവസ്ഥ. അങ്ങനെ നമ്മൾ പിലാക്ക് എത്താറായപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചേട്ടാ. പിലാക്ക് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇവിടെ ബുദ്ധ ഹിന്ദു മതവിശ്വാസ പ്രകാരം 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും പിന്നെ അതുപോലെ ശിലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഇവിടെ ഒരുപാട് മൂർത്തിമാരുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് പുരാതനമായ ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് ബംഗാളികളും മോങ് എന്ന് പറഞ്ഞൊരു ട്രൈബും പിന്നെ അതുപോലെ ത്രിപുര എന്ന് പറഞ്ഞ ട്രൈബും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് സ്റ്റേയും കാര്യങ്ങളും കിട്ടിയേട്ടാ. ഇവിടെ ഒരു SFS എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ആ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ്. ആളൊരു ഫാദറാണ്. പിന്നെ അതിലുപരി ഒരു മലയാളിയും കൂടെ ഉണ്ടാ.